Welcome back to our channel. In this class, we are going to discuss the chapter The Cyberspace by Esther Dyson. Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ്റ്റർ ഡൈസന്റെ ദ സൈബർസ്പേസ് എന്ന എസ്സേ ആണ്. വേൾഡ് വൈഡ് വെബിൻ്റെ കണ്ടുപിടുത്തം വിവര കൈമാറ്റത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രിന്റഡ് സ്പേസിൽ നിന്നും സൈബർ സ്പേസിലേക്കുള്ള മാറ്റത്തിന് ഇത് കാരണമായി. ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവവും ഇൻഫോർമേഷൻ ഷെയറിങ്ങിൽ അത് വരുത്തിയ മാറ്റങ്ങളുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലോകം ഒരു വില്ലേജ് പോലെ ചുരുങ്ങാൻ ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തം സഹായകമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ബിഫോർ ഗോയിങ് ടു ദ ചാപ്റ്റർ, ലിസൺ ടു ദ ടൈറ്റിൽ ഓഫ് 6th യൂണിറ്റ്, ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിവേഗത്തെയാണ്. വളരെ വേഗതയിലുള്ള മൂവ്മെൻറ്റിനെയാണ് ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. In the beginning of this unit, we can see a quotation by Neil Armstrong that's one small step for a man, one giant leap for a mankind. ചന്ദ്രനിൽ ഇറങ്ങിയതിനെ സംബന്ധിച്ച് നീൽ ആംസ്ട്രോങ് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാൽവെപ്പായിരുന്നു. ബട്ട് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മാൻകൈൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കുതിച്ചുചാട്ടമാണ് എന്നാണ്. അതായത് സയൻസിൻ്റെ അഡ്വാൻസിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്ന സൈബർ സ്പേസിനെ കുറിച്ചാണ്. ഇൻ്റർനെറ്റ്, ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഓതറിൻ്റെ പ്രൊഫൈൽ നോക്കാം, എസ്റ്റർ ഡൈസൻ്റെ പ്രൊഫൈൽ നോക്കാം. എസ്റ്റർ ഡൈസൺ ഈസ് ആൻ അമേരിക്കൻ ടെക്നോളജി അനലിസ്റ്റ് who is a leading commentator on digital technology, biotechnology and space. എസ്റ്റർ ഡൈസൺ ഒരു അമേരിക്കൻ ടെക്നോളജി അനലിസ്റ്റാണ്. കൂടാതെ അവർ ഡിജിറ്റൽ ടെക്നോളജി, ബയോടെക്നോളജി, സ്പേസ് എന്നിവയെ സംബന്ധിച്ചുള്ള കമൻറ്റേറ്ററും കൂടിയാണ്. സിൻസ് ദ ലേറ്റ് 80s, ഡൈസൺ became increasingly involved in public discussions about the futures of internet. 1980 ശേഷം എസ്റ്റർ ഡൈസൺ ഇൻ്റർനെറ്റിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. ദ സൈബർ സ്പേസ് ഈസ് എ ഡിസ്കഷൻ ഓൺ ദ പോസിബിലിറ്റീസ് ആൻഡ് ചാലഞ്ചസ് ഇൻവോൾവ്ഡ് ഇൻ യൂസിങ് സൈബർ സ്പേസ്. നമുക്ക് പഠിക്കാനുള്ള ദ സൈബർ സ്പേസ് എന്ന ഈ എസ്സേയിൽ ചർച്ച ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളും അതുപോലെ വെല്ലുവിളികളെയും കുറിച്ചാണ്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ദ സൈബർ സ്പേസ് ബൈ എസ്റ്റർ ഡൈസൺ. ലിസൺ ടു ഫസ്റ്റ് പാരഗ്രാഫ്. Something in the modern psyche loves new frontiers. We hanker after wide open spaces. We like to explore. We like to make rules instead of following them. However, is there a place where you can go and be yourself without worrying about the neighbors? ഫസ്റ്റ് പാരഗ്രാഫിൽ ഓതർ പറയുന്നത് സംതിങ് ഇൻ ദ മോഡേൺ സൈക്ക് ലവ്സ് ന്യൂ ഫ്രോണ്ടിയേഴ്സ്. ആധുനിക മനസ്സുകൾ, ആധുനിക കാലത്ത് ജീവിക്കുന്ന ആളുകളുടെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ലവ്സ് ന്യൂ ഫ്രോണ്ടിയേഴ്സ്, പുതിയ അതിരുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. വി ഹാങ്കർ ആഫ്റ്റർ വൈഡ് ഓപ്പൺ സ്പേസസ്. വി ലൈക്ക് ടു എക്സ്പ്ലോർ. വി ലൈക്ക് ടു മേക്ക് റൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് ഫോളോവിങ് ദം. വൈഡ് ഓപ്പൺ സ്പേസസ്, പുതിയ ലോകങ്ങളെയും അതുപോലെ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനും നിലവിലുള്ള നിയമങ്ങളെ ഫോളോ ചെയ്യുന്നതിന് പകരം പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനുമാണ് modern side. However, is there a place where you can go and be yourself without worrying about the neighbors? നെക്സ്റ്റ് ഓതർ നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ നൈബേഴ്സിനെ വറി ചെയ്യാതെ, നൈബേഴ്സിനെ കുറിച്ച് ടെൻഷൻ അടിക്കാതെ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദെൻ ലിസൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. ഇതിന് ഓതർ ആൻസർ കൊടുക്കുന്നുണ്ട്. യെസ്, അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്. ദർ ഈസ് സച്ച് എ പ്ലേസ്, അത്തരത്തിലുള്ളൊരു സ്ഥലമുണ്ട്. ദാറ്റ് ഈസ് സൈബർ സ്പേസ്. അതാണ് ഇത് സൈബർ സ്പേസ്. ഫോമിലി ആദ്യകാലത്ത് എന്തായിരുന്നു? എ പ്ലേ ഗ്രൗണ്ട് ഫോർ കമ്പ്യൂട്ടർ നെർഡ്സ് ആൻഡ് ടെക്കീസ്. ആദ്യകാലത്ത് ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടെക്കീസിൻ്റെയും കമ്പ്യൂട്ടർ എക്സ്പേർട്സിൻ്റെയും ഒരു ലോകമായിരുന്നു. അതായത് ആദ്യകാലത്ത് സൈബർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ടെക്കികളും അതുപോലെ കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകളുമായിരുന്നു. ബട്ട് സൈബർ സ്പേസ് നൗ എംബ്രേസസ് എവരി കൺസീവബിൾ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻക്ലൂഡിങ് സ്കൂൾ ചിൽഡ്രൻ. പക്ഷേ ഇന്ന് എല്ലാ തരത്തിലുള്ള ആളുകളും സൈബർ സ്പേസ് ഉപയോഗിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് സ്കൂൾ ചിൽഡ്രൻ. സ്കൂൾ കുട്ടികളടക്കം സൈബർ സ്പേസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓതർ പറയുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ വറി ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, സ്വന്തമായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്ലേസാണ് സൈബർ സ്പേസ്. ആദ്യകാലത്ത് ഈ സൈബർ സ്പേസ് ഉപയോഗിച്ചിരുന്നത് കമ്പ്യൂട്ടർ ടെക്കീസും അതുപോലെ എക്സ്പേർട്ടുകളുമായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാ തരത്തിലുള്ള ആളുകളും സൈബർ സ്പേസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ സ്കൂൾ ചിൽഡ്രനും ഇൻക്ലൂഡഡ് ആണ്. ക്യാൻ ദേ ആൾ ഗെറ്റ് അലോങ് അമിക്കബിളി ഇൻ ദ സൈബർ വേൾഡ്?
നെക്സ്റ്റ് ഓതർ ചോദിക്കുന്നത് ഇവരെല്ലാവരും അമിക്കബിളി മീൻസ് ഫ്രണ്ട്ലി, വളരെ സൗഹൃദപരമായിട്ടാണോ ഈ സൈബർ സ്പേസ് ഉപയോഗിക്കുന്നത്? ഓർ വിൽ അവർ ഫിയർ ഓഫ് കിഡ്സ് മിസ്യൂസിങ് ദ സൈബർ സ്പേസ് പ്രൊവോക്ക് എ ക്രാക്ക് ഡൗൺ? അതോ എപ്പോഴും നമുക്കൊരു പേടിയുണ്ട് സൈബർ സ്പേസ്, അതായത് ഇൻ്റർനെറ്റിൻ്റെ മേഖലയൊക്കെ കുട്ടികൾ മിസ്യൂസ് ചെയ്ത് അവരുടെ തകർച്ചയ്ക്ക് കാരണമാകുമോ? Then listen to third paragraph. The first order of the business is to grasp what cyberspace is. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സൈബർ സ്പേസ് എന്ന് നോക്കാം. It might help to leave behind metaphors of highways and frontiers and to think instead of real estate. അപ്പോൾ ഓതർ പറയുന്നത് മറ്റുള്ള മെറ്റഫേഴ്സ്, ഹൈവേ, ഫ്രോണ്ടിയേഴ്സ്, ഇത്തരത്തിലുള്ള മെറ്റഫേഴ്സൊക്കെ മാറ്റിവെച്ച് നമുക്ക് സൈബർ സ്പേസ് മനസ്സിലാവാൻ വേണ്ടി പുതിയൊരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ റിയൽ എസ്റ്റേറ്റ്. സൈബർ സ്പേസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ്, റിമെമ്പർ, ഈസ് ആൻ ഇൻ്റലക്ച്വൽ, ലീഗൽ, ആർട്ടിഫിഷ്യൽ എൻവിയോൺമെൻറ്റ് കൺസ്ട്രക്റ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ലാൻഡ്. ഈ ഭൂമിക്ക് മേലെ നമ്മൾ ഉണ്ടാക്കുന്ന ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, ലീഗലായിട്ടുള്ള ഒന്നാണ് ഇത് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ബിൽഡിങ്ങുകളും അതുപോലെ വീട്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒന്നാണ് ഇത് റിയൽ എസ്റ്റേറ്റ്. ഇതുപോലെയാണ് സൈബർ സ്പേസും. ഇറ്റ് റെക്കഗ്നൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാർക്ക്ലാൻഡ് ആൻഡ് ഷോപ്പിംഗ് മാൾ, ബിറ്റ്വീൻ റെഡ് ലൈറ്റ് സോൺ ആൻഡ് സ്കൂൾ ഡിസ്ട്രിക്ട്, ബിറ്റ്വീൻ ചർച്ച്, സ്റ്റേറ്റ് ആൻഡ് ഡ്രഗ് സ്റ്റോർ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ടൗണ് സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ടൗണിൽ എന്തുണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പാർക്ക് ലാൻഡ് ഉണ്ട്, ഷോപ്പിംഗ് മാൾ ഉണ്ട്, റെഡ് ലൈറ്റ് സോൺ ഉണ്ട്, സ്കൂൾ ഏരിയകളുണ്ട്, ചർച്ച് ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഡ്രഗ് സ്റ്റോർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ജസ്റ്റ് ലൈക്ക് സൈബർ സ്പേസ് ഈസ് ദ സെയിം. ഇതുപോലെ തന്നെയാണ് സൈബർ സ്പേസും. സൈബർ സ്പേസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതുപോലെ വ്യത്യസ്ത മേഖലകളുണ്ട്. ഇൻഫോർമേഷൻ തരുന്ന സർവീസുകളുണ്ട്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, ന്യൂസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് മേഖലകൾ ഇൻക്ലൂഡ് ചെയ്ത ഒന്നാണ് ഇത് സൈബർ സ്പേസ്. It is just like a real estate. Listen to next paragraph. In the same way, you could think of cyberspace as a giant and unbounded world of virtual real estate. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റിൽ ഒരുപാട് മേഖലകളുണ്ട്. ഷോപ്പിംഗ് മാൾ ഉണ്ട്, റെഡ് ലൈറ്റ് സോൺ ഉണ്ട്, സ്കൂൾ ഡിസ്ട്രിക്റ്റ് ഉണ്ട്, ചർച്ച് ഉണ്ട്, ഡ്രഗ് സ്റ്റോർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതുപോലെ ഒരു വെർച്വൽ റിയൽ എസ്റ്റേറ്റ് ആണ് സൈബർ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് ഓതർ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ടൗൺ സങ്കല്പിച്ചാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ ലിമിറ്റഡ്. ബട്ട് സൈബർ സ്പേസ് എന്താ, അൺബൗണ്ടഡ് ആണ്, അൺലിമിറ്റഡ് ആണ്, വളരെ വലിയ ഒരു ഏരിയയാണ് സൈബർ സ്പേസ്. അതിൽ നേരത്തെ നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ചർച്ച ചെയ്ത പോലെ വ്യത്യസ്ത മേഖലകളുണ്ട്, എൻ്റർടൈൻമെൻറ്റ് സർവീസ് ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത മേഖലകളുണ്ട്. സം പ്രോപ്പർട്ടി ഈസ് പ്രൈവറ്റ്ലി ഓൺഡ് ആൻഡ് റെൻറ്റഡ് ഔട്ട്. അപ്പോൾ ഇതിൽ ചില മേഖലകൾ എന്താ, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, റെൻറ്റഡ് ഔട്ട്, അതുപോലെ വാടകയ്ക്ക് കൊടുക്കുന്ന ഏരിയകളുണ്ട്. അതർ പ്രോപ്പർട്ടി ഈസ് കോമൺ ലാൻഡ്, ചിലത് കോമൺ ലാൻഡാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ്. സം പ്ലേസസ് ആർ സ്യൂട്ടബിൾ ഫോർ ചിൽഡ്രൻ, ചിലത് കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയകളുണ്ട്. ആൻഡ് അതേഴ്സ് ആർ ബെസ്റ്റ് അവോയ്ഡഡ് ബൈ ആൾ ബട്ട് ദ ഓഡസ്റ്റ് സിറ്റിസൺ. അതുപോലെ ചില മേഖലകളുണ്ട് എല്ലാവരും ഒഴിവാക്കുന്ന, എല്ലാവരും മാറി നടക്കുന്ന, ചില ഒറ്റപ്പെട്ട ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഏരിയകളുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് ദോസ് പ്ലേസസ് ദാറ്റ് ആർ നൗ ക്യാപ്ചറിങ് ദ പോപ്പുലർ ഇമാജിനേഷൻ. പക്ഷേ എല്ലാവരും ഉപേക്ഷിക്കുന്ന ആ ബാഡ് ആയിട്ടുള്ള ഏരിയയാണ് സൈബർ സ്പേസ് എന്ന് പറയുമ്പോൾ പലരുടെയും മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്നത്. ദേ മേക്ക് സൈബർ സ്പേസ് സൗണ്ട് ലൈക്ക് എ നാസ്റ്റി പ്ലേസ്. സോദർ പറയാണ് ഈ വളരെ മോശമായിട്ടുള്ള ഈ കുറച്ച് ഏരിയയാണ് കൂടുതൽ ആളുകൾ മൈൻഡിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ഏരിയയാണ് സൈബർ സ്പേസിനെ വളരെ മോശമാക്കുന്നത്. ഗുഡ് സിറ്റിസൺ ജംപ് ടു എ കൺക്ലൂഷൻ. അതുകൊണ്ട് നല്ല ആളുകൾ, നല്ല സിറ്റിസൺസ് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ, ബെറ്റർ റെഗുലേറ്റഡ്, അതിനെ നിയന്ത്രിക്കണം. അതായത് സൈബർ സ്പേസിലുള്ള മോശം ഏരിയയെ നിയന്ത്രിക്കണമെന്നാണ് ഗുഡ് സിറ്റിസൺസ് എപ്പോഴും ആവശ്യപ്പെടുന്നത്. Then listen to next paragraph. Using censorship to counter and silence cyberspace fundamentally misinterprets the nature of cyberspace. ഓതർ ഇവിടെ അഭിപ്രായപ്പെടുന്നത് എന്താണ്, സൈബർ സ്പേസിന് അതിൽ ചില മോശം ഏരിയ ഉണ്ട് എന്ന് വെച്ചിട്ട് അവിടെ സെൻസർഷിപ്പ് ഉപയോഗപ്പെടുത്തിയാൽ അത് സൈബർ സ്പേസിൻ്റെ ഗുണത്തെ തന്നെ അത് നശിപ്പിക്കും. കാരണം എന്താ, സൈബർ സ്പേസ് ഈസിൻ്റെ ഫ്രോണ്ടിയർ വേർ wicked people can grab unsuspecting children, nor is it a giant television system that can beam offensive message at unwilling viewers. ഇവിടെ ഓതർ പറയുന്നത് എന്താ, സൈബർ സ്പേസ് ഒരിക്കലും കുട്ടികളെ മോശപ്പെട്ട ആളുകൾക്ക് വഴി തെറ്റിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതെന്തല്ല,
ഒരു ടെലിവിഷൻ സെറ്റ് പോലെയല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇൻ്റർനെറ്റ് വളരെ സൈബർ സ്പേസ് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇൻ്റർനെറ്റിനെ കുറിച്ച് ഓർത്താൽ മതി. ഇപ്പോൾ സപ്പോസ് ഇൻ്റർനെറ്റിൽ എന്ത് കാണണം, എന്ത് ടൈപ്പ് ചെയ്യണം, എന്ത് വേണം എന്നൊക്കെ തീരുമാനിക്കുന്ന യൂസറാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇൻ്റർനെറ്റ് വളരെ മോശമായിട്ടുള്ള ഏരിയയാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ചില ഒറ്റപ്പെട്ട ആളുകൾ ഇൻ്റർനെറ്റിനെ മോശപ്പെട്ട കാര്യത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഓദർ പറയുന്നത് എന്താ? ഒരിക്കലും ഇൻ്റർനെറ്റിനെ നമ്മൾ നിയമപ്രകാരം കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അത് ഉപയോഗിക്കുന്ന ആളാണ് അതിന് റെസ്പോൺസിബിൾ. കാരണം ഒരിക്കലും നമ്മൾ അറിയാതെ എത്തിപ്പെടില്ല. ഇപ്പോൾ ടെലിവിഷൻ നമുക്കറിയാം. ടെലിവിഷൻ എന്താണ്? അപ്രതീക്ഷിതമായിട്ടുള്ള മെസ്സേജുകൾ ആളുകളിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ടെലിവിഷൻ സെറ്റിലെ പുകവലി രംഗങ്ങൾ കാണിക്കുന്നില്ല. കാരണം എന്താ? അത് നമുക്കറിയാം ബസ് സ്റ്റാൻഡ്, അതുപോലെ ഹോസ്പിറ്റൽസ്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും? ടെലിവിഷന് കാണുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അത് കുട്ടികളിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ സൈബർ സ്പേസ് അങ്ങനെയല്ല. അത് ഉപയോഗിക്കുന്ന ആളാണ് അതിന് റെസ്പോൺസിബിൾ. ഏതെങ്കിലും ഒരു സൈറ്റിൽ നമ്മൾ എത്തിയെന്ന് പറയുന്നത് എന്താ? നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം എത്തിയതാണ്. അതിനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. ദെൻ നോക്കാം, ഇൻ ദിസ് കൈൻഡ് ഓഫ് റിയൽ എസ്റ്റേറ്റ് യൂസേഴ്സ് ഹാവ് ടു ചൂസ് വോ ദേ വിസിറ്റ്. അതാണ് ഓദർ പറയുന്നത്. ഉപയോഗിക്കുന്ന ആളാണ്, യൂസറാണ് എവിടെ സന്ദർശിക്കണമെന്ന് തീരുമാനിക്കുന്നത്. വാട്ട് ദേ സീ, എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത്. വാട്ട് ദേ ഡു, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഉപയോഗിക്കുന്ന ആളാണ്, യൂസറാണ്. ഇറ്റ് ഈസ് ഓപ്ഷണൽ, അത് തികച്ചും ഓപ്ഷണലാണ്. ആൻഡ് ഇറ്റ് ഈസ് മച്ച് ഈസിയർ ടു ബൈപ്പാസ് എ പ്ലേസ് ഓൺ ദ നെറ്റ് ദാൻ ഇറ്റ് ഈസ് ടു അവോയ്ഡ് വാക്കിംഗ് പാസ്റ്റ് ആൻഡ് അൺസേവറി ബ്ലോക്ക് ഓഫ് സ്റ്റോഴ്സ് ഓൺ ദ വേ ടു യുവർ ഹോം. ഇത് എന്തുപോലെയാണ്? നിങ്ങൾ സപ്പോസ് വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വഴി തെറ്റാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെയാണ് സൈബർ സ്പേസും. എന്താണ് പറയുന്നത്? ഉപയോഗിക്കുന്ന ആളാണ് അതിന് റെസ്പോൺസിബിൾ. ലിസൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. പുട്ട് പ്ലേയിലെ സൈബർ സ്പേസ് ഈസ് എ വോളണ്ടറി ഡെസ്റ്റിനേഷൻ, ഇൻ റിയാലിറ്റി മെനി ഡെസ്റ്റിനേഷൻ. യു ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് ഓൺ ടു ദ നെറ്റ്, യു ഹാവ് ടു ഗോ സം പ്ലേസ് ഇൻ പെർട്ടിക്കുലർ. ഇവിടെ നേരത്തെ പറഞ്ഞു, ഓദർ പറഞ്ഞു, സൈബർ സ്പേസ് ഒരു വോളണ്ടറി ഡെസ്റ്റിനേഷനാണ്. അതായത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം എത്തുന്ന ഒരു ഏരിയയാണ് സൈബർ സ്പേസ്. യു ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് ഓൺ ടു ദ നെറ്റ്, അതുതന്നെയാണ് പറയുന്നത്. നമ്മൾ അവിടെ എത്തിപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം സൈബർ സ്പേസിൽ ഒരു പ്ലേസിൽ എത്തുള്ളൂ. യു ഹാവ് ടു ഗോ സം പ്ലേസ് ഇൻ പെർട്ടിക്കുലർ. ദാറ്റ് മീൻസ് ദാറ്റ് ചൂസ് വോ ടു ഗോ ആൻഡ് വാട്ട് ടു സീ. എന്ത് കാണണം, എവിടെ പോവണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഓരോ യൂസറുമാണ്. യെസ്, കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഷുഡ് ബി എൻഫോഴ്സ്ഡ്, ബട്ട് ദോസ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി സെറ്റ് ബൈ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റീസ് themselves. What we need is in control from outside over these electronic communities. We need self-rule. ഇവിടെ ഓദർ എന്താ പറയുന്നത്? തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് വേണം. പക്ഷേ ആ റൂൾസുകൾ പറയേണ്ടത്, കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് മുന്നോട്ട് വെക്കേണ്ടത് ആ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റി മാത്രമാവണം. അല്ലാതെ പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഓരോ കമ്മ്യൂണിറ്റിയും അതിൻ്റെ ഗൈഡ് ലൈൻസ് വെക്കുക. ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയും, നമ്മുടെ സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ക്ലാസ് എടുക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. നമ്മൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഓദറും പറയുന്നതാണ് സൈബർ സ്പേസിൽ നിയമങ്ങൾ സ്വന്തമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ, കമ്മ്യൂണിറ്റി മീൻസ് ഗ്രൂപ്പായിട്ട് ഓർത്താൽ മതി. ഒരു ഗ്രൂപ്പ് ആളുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങൾ വെക്കാം. അതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. ഇവിടെ ഓദർ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് സൈബർ സ്പേസ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നല്ലത് എന്താ? ഓരോ കമ്മ്യൂണിറ്റിയും ഓരോ ഗ്രൂപ്പും അവരുടേതായിട്ടുള്ള നിയമങ്ങൾ മുന്നോട്ട് വെക്കുന്നതാവും. Then listen to next paragraph. What makes cyberspace so alluring is precisely the way in which it is different from shopping malls, television, highways and other terrestrial jurisdiction. Next author പറയുന്നത് എന്താ? സൈബർ സ്പേസ് ദാറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് മാള്, ടെലിവിഷൻ, ഹൈവേസ് അതുപോലുള്ള മറ്റ് ഏരിയകൾ പോലെ അതൊരു ലിമിറ്റഡ് അല്ല, അത് അൺലിമിറ്റഡ് ആണ്. ഒരുപാട് ഏരിയ ഉള്ള ഒന്നാണ് ഇത് സൈബർ സ്പേസ് എന്നാണ് ഓദർ പറയുന്നത്. ബട്ട് ലെറ്റസ് ഡിഫൈൻ ദ ടെറിട്ടറി. അതുകൊണ്ട് ഓദർ നെക്സ്റ്റ് പരിശോധിക്കുന്നത് സൈബർ സ്പേസിൻ്റെ ഏരിയകൾ ഏതൊക്കെയാണ്, ടെറിട്ടറി ഏതൊക്കെയാണ് എന്നാണ്. ഏതൊക്കെ മേഖലകൾ ഇൻക്ലൂഡ് ചെയ്തതാണ് സൈബർ സ്പേസ് എന്നാണ് നെക്സ്റ്റ് ചർച്ച ചെയ്യുന്നത്. ലിസൺ. ഫസ്റ്റ്, ദർ ആർ
പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻ. സൈബർ സ്പേസിൽ ഫസ്റ്റ് വരുന്ന ഒരു ഏരിയയാണ് പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻ. അക്കിൻ ടു ദ കോൺവെർസേഷൻ യു ഹാവ് ഓവർ ദി ടെലിഫോൺ ഓർ വോയിസ് മെയിൽ. നമ്മൾ ടെലിഫോൺ പോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് ഇമെയിൽ ഏരിയ. ദീസ് ആർ പ്രൈവറ്റ് ആൻഡ് കൺസെൻഷ്വൽ ആൻഡ് റിക്വയർ നോ റെഗുലേഷൻ അറ്റ് ആൾ. ഇതിന് പ്രത്യേകിച്ച് റെഗുലേഷൻസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് അറിയാം എന്താണ് ഇമെയിൽ അല്ലേ. ഒരാൾ മറ്റൊരാൾക്ക് അയക്കുന്ന ഇലക്ട്രോണിക് മെയിലാണ് ഇമെയിൽ. അവിടെ റെഗുലേഷൻസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ദ പേഴ്സൺ ടു പേഴ്സൺ ആണ്, രണ്ട് വ്യക്തികൾ തമ്മിലാണ്. അപ്പോൾ അവിടെ റെഗുലേഷൻ്റെ ആവശ്യമൊന്നുമില്ല. സെക്കൻഡ്, ദർ ആർ ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസ്. പിന്നെ സൈബർ സ്പേസിൽ വരുന്ന വേറൊരു ഏരിയയാണ് ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസ്, വേർ പീപ്പിൾ ക്യാൻ ഡൗൺലോഡ് എനിത്തിങ് ഫ്രം ലീഗൽ ടെക്സ്റ്റ് ആൻഡ് ലിസ്റ്റ് ഓഫ് ഗ്രേറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ്സ് ടു ഗെയിം സോഫ്റ്റ്വെയർ ഓർ ഇൻട്രസ്റ്റിംഗ് പ്രസൻറ്റേഷൻ. ഇവിടുന്ന് ആളുകൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റുകൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ എന്താണ് ഗെയിം സോഫ്റ്റ്വെയർ, അതുപോലുള്ള കാര്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ ഏരിയയാണ് രണ്ടാമത്തെ. ദീസ് പ്ലേസസ് ആർ ലൈക്ക് ബുക്ക് സ്റ്റോർ. ഇതിനെ നമുക്ക് എന്തുമായിട്ട് പറയാം, ഒരു ബുക്ക് സ്റ്റോർ പോലെയാണ്, അല്ലെങ്കിൽ മാള് പോലെയാണ്. ആൻഡ് മൂവി ഹൗസസ്, പ്ലേസസ് വേർ യു ഗോ ടു ബൈ സംതിങ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന പോലെയാണ്. ദ കസ്റ്റമർ നീഡ്സ് ടു റിക്വസ്റ്റ് ആൻ ഐറ്റം ഓർ സൈൻ അപ്പ് ഫോർ എ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഉണ്ടാക്കുക, സൈനപ്പ് ചെയ്തിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. സം ഓഫ് ദീസ് സർവീസസ് ആർ ഫ്രീ. ചിലത് ഫ്രീ ആയിരിക്കും. അതേഴ്സ് ചാർജ് ആൻഡ് മേ ബിൽ ദെയർ കസ്റ്റമേഴ്സ് ഡയറക്റ്റ്ലി. ചിലത് എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചാർജ് ഈടാക്കും. ഇവിടെ നമ്മൾ നോക്കുക, ഇൻ്റർനെറ്റ് ഫസ്റ്റ് പറഞ്ഞു ഇമെയിൽ കോൺവെർസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇമെയിൽ പോലുള്ള ഏരിയയാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ എന്താ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂട്യൂബ് ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സർവീസാണ്. അപ്പോൾ അവിടെ നമുക്ക് ആകെ വേണ്ടത് എന്താ, ഒരു ഇമെയിൽ ID വേണം, യൂട്യൂബിലൊരു അക്കൗണ്ട് വേണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോന്ന് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങൾ വാങ്ങാം. ജസ്റ്റ് ലൈക്ക് മാള് അല്ലേ, പുറത്ത് മാള് പോലെയാണ്, സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഒന്നാണ് എന്ത് ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ. അപ്പോൾ അവിടുന്ന് നമ്മൾ ചാർജ് കൊടുക്കണം. പിന്നെ ചില എൻ്റർടൈൻമെൻറ്റ് സർവീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മ്യൂസിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ വിക്കിപീഡിയ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കാം, ഡൗൺലോഡ് ചെയ്യാം. അതൊക്കെയാണ് രണ്ടാമത്തെ മേഖല. തേർഡ്, ദർ ആർ റിയൽ കമ്മ്യൂണിറ്റി. പിന്നെ സൈബർ സ്പേസിൽ മൂന്നാമതായിട്ട് വരുന്നതാണ് റിയൽ കമ്മ്യൂണിറ്റീസ്. ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹൂ കമ്മ്യൂണിക്കേറ്റ് അമംഗ് ദംസെൽവ്സ്. ഇത് നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് ഇതിൽ പറയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ ട്വിറ്ററൊക്കെ പോലുള്ള ഗ്രൂപ്പുകൾ. ഇൻ റിയലിസ്റ്റിക് ടേംസ് ദേ ആർ ലൈക്ക് ഷോപ്സ് ഓർ റെസ്റ്റോറൻറ്റ്സ് ഓർ പ്ലേ ഗ്രൗണ്ട് അല്ലേ. പ്ലേ ഗ്രൗണ്ട് പോലെ റെസ്റ്റോറൻറ്റ് പോലുള്ള ഒരു ഏരിയയാണ്. ഈച്ച് ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എ ജനറൽ കോൺവെർസേഷൻ ജനറലി ത്രൂ പോസ്റ്റഡ് മെസ്സേജസ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിൽ ഒരു പാർട്ടിസിപ്പൻറ്റ് ഒരു മെസ്സേജ് ഇടും, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാവും ഗ്രൂപ്പിൽ നടക്കുക. അതർ പാർട്ടിസിപ്പൻസ് മേ സിംപിളി ലിസൺ ഓർ വാച്ച്. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കാം. സം ആർ സൂപ്പർവൈസ്ഡ് ബൈ എ മോഡറേറ്റർ. ചിലർ മോഡറേറ്ററെ പോലെയാണ്, നമ്മളവർ അഡ്മിൻസ് എന്ന് പറയും അല്ലേ. ഇപ്പോൾ വാട്സപ്പിലൊക്കെ അഡ്മിൻ ഓർത്താൽ മതി, അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അതേഴ്സ് ആർ മോർ ലൈക്ക് ബുള്ളറ്റിൻ ബോർഡ്സ്. ചിലത് ബുള്ളറ്റിൻ ബോർഡ്സ് പോലെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെലഗ്രാം ചാനലൊക്കെ ഉണ്ട് അല്ലേ, അതിലെന്താണ് ബുള്ളറ്റിൻ ബോർഡ്സ് ആണ്. കാരണം എന്താ, അതിൽ മെസ്സേജ് ഇങ്ങനെ ഇടാണ്, ആളുകൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, ഗ്രൂപ്പിൽ ബാക്കിയുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. മെനി ഓഫ് ദീസ് സർവീസസ് സ്റ്റാർട്ടഡ് ഔട്ട് അൺമോഡറേറ്റഡ് ബട്ട് ആർ നൗ ഇമ്പോസിംഗ് റൂൾസ് ടു കീപ്പ് ഔട്ട് അൺവാണ്ടഡ് അഡ്വർടൈസിംഗ്, എക്സ്ട്രാനിയസ് ഡിസ്കഷൻ ഓർ ഇൻക്രീസിംഗ്ലി റൂഡ് പാർട്ടിസിപ്പൻസ്. ആദ്യകാലത്ത് ഇത്തരം ഗ്രൂപ്പുകളിൽ കൃത്യമായിട്ടുള്ള റൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എന്ത് ചെയ്തു, പലരും റൂഡായിട്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് പല ഗ്രൂപ്പിനും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. വിത്തൗട്ട് എ മോഡറേറ്റർ ദ ഡെസിബിൾ ലെവൽ ഓഫൺ ഗെറ്റ്സ് ടു ഹൈ. അതാണ് പറയുന്നത്, ഒരു മോഡറേറ്റർ ഇല്ലെങ്കിൽ, ഓരോ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാനൊരു വ്യക്തി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടുത്തെ ചർച്ചകൾ ചിലപ്പോൾ പരിധി വിട്ടു പോകും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് മോഡറേറ്റർ. Then listen to next paragraph. What's unique about cyberspace is that it liberates us from the tyranny of power structures where everyone lives by the rule of majority. ഇനി ഓദർ നെക്സ്റ്റ് പറയുന്നത് സൈബർ സ്പേസിലുള്ള ഈ റിയൽ ലൈക്ക് കമ്മ്യൂണിറ്റിൻ്റെ ബെനിഫിറ്റ്സ് ആണ്, അതിൻ്റെ മെറിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സൈബർ സ്പേസിലുള്ളൊരു മെച്ചം എന്താണ്, അതിൻ്റെ ഒരു ഗുണം എന്താണ്,
അത് നമ്മുടെ സാധാരണ സമൂഹത്തിൽ നമുക്ക് എപ്പോഴും അറിയാം എന്താണ്, മെജോറിറ്റിയുടെ റൂളിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ സൈബർ സ്പേസിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഡെമോക്രസിയാണ്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു ഗവൺമെൻറ് ഉണ്ടാവുന്ന ഡെമോക്രസിയിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്, എന്താ, ഭൂരിപക്ഷം തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഭരണത്തിലെത്തുന്നത്. നമുക്കൊരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ ആണെങ്കിൽ നമുക്കത് അറിയിക്കാനുള്ള അവസരമല്ല. ബട്ട് സൈബർ സ്പേസിൽ നമുക്കതിനുള്ള അവസരമുണ്ട്. അതായത് ഒരാളാണെങ്കിലും അയാളുടെ അഭിപ്രായം ഇത്തരം കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്താൽ ഒരുപാട് ആളുകൾ അറിയും. ഇൻ എ ഡെമോക്രസി മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആൻഡ് മൈനോറിറ്റി പ്രിഫറൻസ് ടെൻഡ് ടു ഗെറ്റ് സ്ക്യൂസ്ഡ് ഔട്ട് വെദർ ദേ ആർ മൈനോറിറ്റീസ് ഓഫ് റേസ് ആൻഡ് കൾച്ചർ ഓർ മൈനോറിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ ടേസ്റ്റ്. ഓദർ പറയുന്നത് എന്താ, ഒരു ഡെമോക്രസിയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷ ഗ്രൂപ്പുകൾക്ക്, ന്യൂനപക്ഷ റേസുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത ടേസ്റ്റുള്ള ആളുകൾ, ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. സൈബർ സ്പേസ് അലൗസ് കമ്മ്യൂണിറ്റീസ് ഓഫ് എനി സൈസ് ആൻഡ് കൈൻഡ് ടു ഫ്ലറിഷ്. ഇൻ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റീസ് ആർ ചൂസൺ ബൈ ദ യൂസേഴ്സ്, നോട്ട് ഫോഴ്സ്ഡ് ഓൺ ദം ബൈ ആക്സിഡൻ്റൽ ജോഗ്രഫി. ഇവിടെ എന്താ പറയുന്നത്, സൈബർ സ്പേസിൽ നമുക്ക് എത്ര ഡിഫറെൻ്റ് ഒപ്പീനിയൻ ആണെങ്കിലും അത് അറിയിക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ സെലക്ട് ചെയ്യുന്ന നമ്മളാണ്. ഏതൊക്കെ ഗ്രൂപ്പിൽ ഏതൊക്കെ കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ വേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ഓരോ യൂസറുമാണ്. ബട്ട് നമ്മൾ സാധാരണ സമൂഹത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു, അപ്പോൾ ഇന്ത്യക്കാരായി. അമേരിക്കയിൽ ജനിച്ച ഒരാൾ അമേരിക്കനായി. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈബർ സ്പേസിൽ ഇൻ്റർനെറ്റ് മേഖലയിൽ ഓരോ കമ്മ്യൂണിറ്റിയിലും എന്ത് ചെയ്യാം, നമ്മുടെ താല്പര്യമുള്ള ആളുകളുടെ കൂടെ നമുക്ക് കൂടാം, അവരുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റും. ദീസ് ഫ്രീഡം ഗീവ്സ് ദ റൂൾസ് ഇൻ സൈബർ സ്പേസ് എ മോറൽ അതോറിറ്റി ദാറ്റ് റൂൾസ് ഇൻ ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റ്സ് ഡോണ്ട് ഹാവ്. മോസ്റ്റ് പീപ്പിൾ ആർ സ്റ്റക്ക് ഇൻ ദ കൺട്രി ഓഫ് ദെയർ ബർത്ത്, ബട്ട് ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ റൂൾസ് ഓഫ് എ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റി യു ക്യാൻ ജസ്റ്റ് സൈൻ ഓഫ്, ലവ് ഇറ്റ് ഓർ ലീവ്സ് ഇറ്റ്. പിന്നീട് ഓദർ എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജ്യത്തിൽ ഒരാൾ ജനിച്ചു പോയാൽ പിന്നീട് അയാൾ ആ രാജ്യത്ത് തന്നെ ജീവിക്കണം, കാരണം അയാളെ സിറ്റിസൺഷിപ്പ് ആ രാജ്യത്തിലാണ്. പക്ഷേ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് ആ കമ്മ്യൂണിറ്റി എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വിട്ടുപോകാനും അതിനെ ഇഷ്ടപ്പെടാനൊക്കെയുള്ള ചോയ്സ് സൈബർ സ്പേസ് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നു. Then listen to next paragraph. What's likely to happen in cyberspace is the formation of new communities free of the constraints that cause conflict on earth. പിന്നെ പറയുന്നത് എന്താ, ആർക്ക് വേണമെങ്കിലും സൈബർ സ്പേസിൽ ഇഷ്ടമുള്ള കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് തന്നെ അറിയാം, വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്, ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള എത്ര ഗ്രൂപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ യാഥാർത്ഥ കമ്മ്യൂണിറ്റിയിൽ അത് പറ്റൂല. പൊളിറ്റിക്കൽ അല്ലേ, ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, തർക്കങ്ങളുണ്ടാവും, കോലാഹലങ്ങളുണ്ടാവും. പക്ഷേ സൈബർ സ്പേസ് മേഖലയിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്സോ കമ്മ്യൂണിറ്റിയോ ഒന്നും ഉണ്ടാക്കാൻ യാതൊരു നിയന്ത്രണവുമില്ല. ഇൻസ്റ്റെഡ് ഓഫ് എ ഗ്ലോബൽ വില്ലേജ് വി വിൽ ഹാവ് ടു ഇൻവെൻറ്റഡ് അനദർ വേൾഡ് ഓഫ് സെൽഫ് കണ്ടെയ്ൻഡ് കമ്മ്യൂണിറ്റീസ് ദാറ്റ് കാറ്റർ ടു ദെയർ ഓൺ മെമ്പേഴ്സ് ഇൻക്ലിനേഷൻ വിത്തൗട്ട് ഇൻ്റർഫിയറിംഗ് വിത്ത് എനിവൺ എൽസ്. ഓദർ എന്താ പറയുന്നത്, ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള അതിൽ ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പേഴ്സിൻ്റെയും താല്പര്യത്തിനനുസരിച്ച ഗ്രൂപ്പ്സ് ഉണ്ടാക്കാം. വി വിൽ ബി ഏബിൾ ടു ടെസ്റ്റ് ആൻഡ് ഇവോൾവ് റൂൾസ് ഗവേണിംഗ് വാട്ട് നീഡ്സ് ടു ബി ഗവേൺ. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, കണ്ടൻറ് ആൻഡ് ആക്സസ് കൺട്രോൾസ്, റൂൾസ് അബൌട്ട് പ്രൈവസി ആൻഡ് ഫ്രീ ഓഫ് സ്പീച്ച്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള നിയന്ത്രണങ്ങൾ വെക്കാം. എന്തിനൊക്കെ സംബന്ധിച്ച്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, കണ്ടൻറ് ആൻഡ് ആക്സസ് കൺട്രോൾ, റൂൾസ്, പ്രൈവസി, ഇതൊക്കെ മാനിച്ചുകൊണ്ട് നമുക്ക് എത്ര ഗ്രൂപ്പ്സും എത്തരത്തിലുള്ള ചർച്ചയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റിയിൽ സാധിക്കുമെന്നാണ് ഓദർ പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്, ഇൻ ദ എൻഡ് അവർ സൊസൈറ്റി നീഡ്സ് ടു ഗ്രോ അപ്പ്. നമ്മുടെ സമൂഹം കുറച്ചും കൂടി വളരേണ്ടിയിരിക്കുന്നു. ഗ്രോവിങ് അപ്പ് എന്നതുകൊണ്ട് ഓദർ ഉദ്ദേശിക്കുന്നത് എന്താ, എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ആൻസേഴ്സ് ഇല്ല, നോ ആൾ പർപ്പസ് സൊല്യൂഷൻ. അതുപോലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷന് നമുക്ക് ലഭ്യമല്ല. വി ഹാവിൻ ക്രിയേറ്റഡ് എ പെർഫെക്റ്റ് സൊസൈറ്റി ഓൺ എർത്ത് ആൻഡ് വി വോണ്ട് ഹാവ് വൺ ഇൻ സൈബർ സ്പേസ് ഈദർ. നമ്മുടെ യാഥാർത്ഥ സമൂഹത്തിൽ ഒരു നല്ല സമൂഹം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ല. അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ എവിടെയും വരാം, സൈബർ സ്പേസിലും വരാം. But at least we can have individual choice and individual responsibility. But cyber space ഒരു മെച്ചം എന്താ, നമുക്കവിടെ ഇൻഡിവിജ്വൽ ചോയ്സ് ഉണ്ട്.
നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവിടുന്ന് വിട്ടുപോരാനുള്ള ചോയ്സ് നമുക്കുണ്ട്, അതുപോലെ അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, സൈബർ സ്പേസിൻ്റെ മെറിറ്റ്സ് ആണ് ഇതിൽ കൂടുതലായിട്ട് ഓഥർ പറയുന്നത്. എസ്പെഷ്യലി ഓഥർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്തിനെക്കുറിച്ചാണ്? സൈബർ സ്പേസ് കമ്മ്യൂണിറ്റീൻ്റെ മെറിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എസ്തർ ഡൈസൻ്റെ ദ സൈബർ സ്പേസ് എന്ന ചാപ്റ്റർ ആയിരുന്നു. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു.